എത്ര സ്ഥലത്ത് പറയും? എത്ര സ്ഥലത്ത് പറയും? ഇതൊരു സ്പെഷ്യൽ യാത്രയാണല്ലോ ഉറപ്പായിട്ടും. കേരളത്തിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ BJP MP എന്ന നിലയ്ക്ക് എൻ്റെ ഡൽഹിയിലേക്കുള്ള യാത്രയ്ക്ക് വലിയൊരു പ്രസക്തിയുണ്ട്. വലിയ അഭിമാനമുള്ള യാത്രയാണത്. എൻ്റെ കുടുംബത്തിനായാലും ഞാൻ ജനിച്ചു വീണ ആലപ്പുഴ എന്ന് പറയുന്ന മണ്ണിലായാലും എന്നെ വളർത്തി എന്നെ നല്ല ദിശയിലേക്ക് മാത്രം നയിക്കുമാറ് നല്ല സംഘങ്ങളുടെ ഒരു സഹജീവനം എന്ന് പറയുന്നത് എൻ്റെ കൊല്ലത്തെ ഗ്രാമം, കൊല്ലം പട്ടണം, അച്ഛൻ്റെ സുഹൃത്തുക്കൾ, അവരുടെ മക്കൾ, ഇതെല്ലാം എൻ്റെ ഒരു ബ്രിങ്ങിങ് അപ്പിൽ വലിയ പാർട്ടിക്കിൾസാണ്. അവരുടെ എല്ലാം സംഭാവന എന്ന് പറയുന്നതായിരിക്കാം നിങ്ങളൊന്ന് എന്നെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ആ അംശങ്ങളെല്ലാം അവരിൽ നിന്നൊക്കെ സ്വാംശീകരിച്ചാണ്. എൻ്റെ ഗുരുക്കന്മാർ, ഞാൻ പഠിച്ച ഇൻഫൻറ്റ് ജീസസ് ആംഗ്ലോ ഇന്ത്യൻ ഹൈസ്കൂളായാലും തങ്കശ്ശേരിയിലെ ഫാത്തിമ മാതാ നാഷണൽ കോളേജായാലും എൻ്റെ ഗുരുക്കന്മാരെല്ലാവരും എനിക്ക് ദൈവങ്ങളായി മാറുന്ന മുഹൂർത്തമാണത്. അവർ തന്ന അംശങ്ങൾ തന്നെയാണ് എന്നെ ഈ മുഹൂർത്തത്തിൽ എത്തിച്ചിരിക്കുന്നത്. അതിന് വലിയ പങ്കുണ്ട്. എൻ്റെ ആരാധന കേന്ദ്രങ്ങൾ, വിചാരങ്ങൾ, ഇതെല്ലാം എന്നെ അനുഗ്രഹം തന്ന് ഇപ്പോൾ ഈ മുഹൂർത്തത്തിൻ്റെ സൃഷ്ടിയിൽ ആ അനുഗ്രഹമാണുള്ളത്. അപ്പോൾ ആരോടൊക്കെയാണ് നന്ദി ഞാൻ ചൊല്ലേണ്ടത് എന്ന് പറയുന്ന ഒരു വലിയ ഭാരമാണ്. ആ നന്ദി എത്തേണ്ട ഇടങ്ങൾ എന്ന് പറയുന്നത് വലിയ ഭാരമാണ് എനിക്ക്. പ്രധാനമന്ത്രി തന്നെ ഈ വിജയത്തെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ പ്രശ്നത്തിൽ ഏറ്റവും ഒടുവിൽ തന്നെ ചൂണ്ടിക്കാണിച്ചിരുന്നു കേരളത്തിലെ വിജയത്തെക്കുറിച്ച്. ഏറ്റവും ആദ്യം അവർക്കെല്ലാം അത് അവരുടെ ഒരു മിഷൻ എന്ന് പറയുന്നത് ലോകത്തേക്ക് ഈ ഭാരതീയ ജനതാ പാർട്ടിയുടെയും NDAയുടെയും ഗവർണൻസിൻ്റെ ഒരു തിളക്കം എന്ന് പറയുന്നത് ലോകത്തിൻ്റെ കണ്ണഞ്ചിപ്പിക്കുക എന്ന് പറയുന്നതാണ്. അതിലവർക്ക് ഇതുവരെ കൂടെ കൂട്ടാൻ കഴിയാഞ്ഞ ഒരു പ്രദേശം വന്നു ചേർന്നത് തന്നെയാണ്. അല്ലാതെ ആരും ഇത് BJPക്കുള്ള വോട്ടെന്ന് പറഞ്ഞ് നൽകിയതാണെന്നൊന്നും ഞാൻ അവകാശവാദം ഒരിക്കലും. എൻ്റെ പ്രവർത്തകരുടെ ശക്തമായ വർക്കുണ്ടായിട്ടുണ്ട്, അത് ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ തീർച്ചയായിട്ടും ഇത് ഞാൻ കാലത്ത് പറഞ്ഞത് തന്നെ ആവർത്തിക്കുകയാണ്. ബൈബിൾ കൊണ്ട് ചവിട്ടി താഴ്ത്തപ്പെടുമ്പോൾ നീ നാഥനെ കെട്ടിപ്പിടിക്കുന്നവനാണെങ്കിൽ, നാഥനിൽ വിശ്വാസം അർപ്പിക്കുന്നവനാണെങ്കിൽ അവൻ നിനക്ക് വേണ്ടിയുള്ള പോരാളികളായ പടയാളികളെ വിട്ടുതരും.